السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, റമദാനിലെ അവസാന രാവാണ് ഇന്ന്. നാളെ 30ാമത്തെ നോമ്പ്. അതോടുകൂടി ഈ വർഷത്തെ റമദാൻ അവസാനിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു വന്നിരുന്ന സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 1-2 ആയത്തുകൾ കൂടി ചെറിയ രൂപത്തിൽ ഒന്ന് മുദാക്കറ നടത്തി അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ാമത്തെ വചനം, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറ أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഖുൽ, നബിയോട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി, അവരോട് പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. നബിയെ പറഞ്ഞേക്കൂ, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, സത്യം നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നു കിട്ടിയിട്ടുള്ളതാണ്. അതിലിനി സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമിൽ പല സന്ദർഭങ്ങളിലും ഈ ആധികാരികതയെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സത്യമാണ്, അതിലൊട്ടും സംശയം വേണ്ട. ഇത് സന്മാർഗമാണ്, അതിലൊട്ടും സംശയമില്ല. ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇത് സന്മാർഗമാണ്, സംശയമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്ന ഈ വചനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, അത് ആധികാരികമാണ്, ആത്യന്തികമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളോ ന്യൂനതകളോ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ഇതിനപ്പുറത്തേക്ക് മറ്റൊരിടത്തേക്കും നിങ്ങളുടെ കണ്ണ് പായേണ്ടതില്ല, മനസ്സ് പോകേണ്ടതില്ല. നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ
ജീവിത വിജയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് തന്നെ മതി എന്നാണ് അതിന്റെ അർത്ഥം. ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അതുകൊണ്ട് ആരാണ് ഉദ്ദേശിക്കുന്നത് അവൻ വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ. ആരാണ് ഉദ്ദേശിക്കുന്നത് അവൻ അവിശ്വസിക്കട്ടെ. ഇത് ഒരു അനുവാദമല്ല. പലപ്പോഴും അറബി ഭാഷയുടെ റെട്ടറിക്, അലങ്കാരശാസ്ത്രം അറിയാത്ത ആളുകൾ വാക്കിന് വാക്ക് പരിഭാഷപ്പെടുത്തി പിന്നെ അവനവന് തോന്നുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന പ്രവണത കേരളക്കരയിൽ വളരെ കൂടുതൽ ഉള്ളതിനാൽ ഇത് അനുവാദമാണ്. കണ്ടോ, തുറന്ന അനുവാദം തന്നിരിക്കുകയാണ്. വേണ്ടവർക്ക് വിശ്വസിക്കാം, വേണ്ടവർക്ക് അവിശ്വസിക്കാം. അള്ളാഹു തന്നെ അങ്ങനെയാണ് പറയാം. എന്നർത്ഥത്തിൽ പലരും പ്രാസംഗികമായി ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയാറുള്ളത് കേൾക്കാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. ഭാഷയുടെ അലങ്കാര ശാസ്ത്രത്തിന്റെ ABCD അറിയാത്തവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. ഇത് വഈദാണ്, തഹ്ദീദാണ്. അത് അള്ളാഹുവിന്റെ ഒരു ഭീഷണിയാണ്. അള്ളാഹു ഭീഷണിപ്പെടുത്തുന്ന, അള്ളാഹു നമ്മെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാക്കാണത്. ഹക്ക് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധി ധാരാളം പരിമിതികളുള്ള ബുദ്ധിയാണ്. അസ്ഥിരവും ആപേക്ഷികവുമാണ്. കാരണം ഇന്ന് നമുക്ക് നല്ലത് സത്യം എന്ന് തോന്നുന്നത് ചിലപ്പോ ഒരു 10 വർഷം കഴിയുമ്പോൾ അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നും. അതുപോലെ തന്നെ എന്റെ ബുദ്ധിക്ക് വളരെ ഉചിതം, വളരെ നല്ലത്, വിശിഷ്ടം എന്ന് തോന്നുന്നത് നിങ്ങളുടെ ബുദ്ധിക്ക് അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല. അതിനാൽ ബുദ്ധി ഒരിക്കലും തന്നെ നന്മയെയും തിന്മയെയും വേർതിരിക്കുന്നതിനുള്ളൊരു മാനദണ്ഡമല്ല. കളങ്കമേശാത്ത ഒരു ബുദ്ധിക്ക് നന്മ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ശുദ്ധമായ പ്രകൃതി അത് സത്യത്തിൻ്റെതാണ്. ശുദ്ധമായ കലവറയില്ലാത്ത ബുദ്ധി അത് സത്യത്തിൻ്റെതാണ്. അതുകൊണ്ട് സത്യം കാണിച്ചു കൊടുത്താൽ ഇരുമ്പും കാന്തവും തമ്മിൽ കണ്ടതുപോലെ അത് തമ്മിൽ അടുക്കും. എന്നാൽ കളങ്കം വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിക്ക് നന്മയെ നന്മയായി തിരിച്ചറിയാനും പറ്റില്ല, തിന്മയെ തിന്മയായി തിരിച്ചറിയാനും പറ്റില്ല. അത് വേറെ അവസ്ഥയാണ്. നിങ്ങളുടെ ബുദ്ധിയെ ഏൽപ്പിച്ചിട്ടില്ല നന്മയും തിന്മയും വേർതിരിക്കുന്ന കാര്യം. ഇന്നത് നന്മ ഇന്നത് തിന്മ എന്ന് നിശ്ചയിക്കുന്നതും വേർതിരിക്കുന്നതും നിങ്ങളല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തിട്ടുള്ള അവന്റെ കാര്യമാണ്. അല്ലാതെ വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ. സത്യം അത് അല്ലാഹ് നിശ്ചയിച്ച കാര്യമല്ലാതെ ഓരോരുത്തരുടെയും ബുദ്ധി, ആ ബുദ്ധി പ്രയോഗിക്കുന്നത് അത് യുക്തി, റഅയ്, അങ്ങനെ ബുദ്ധി പ്രയോഗിച്ച് അവന് കിട്ടുന്ന യുക്തിചിന്തനത്തിലൂടെ അവൻ കണ്ടെത്തുന്ന അവന്റെ അനുമാനങ്ങൾ, അത് അവന്റെ ആറാഹുകളും അഹ്വാഹുകളുമാണ്, അവന്റെ അഭിപ്രായങ്ങളും അഭീഷ്ടങ്ങളുമാണ്. അത് ഓരോരുത്തരും അങ്ങനെ ഒരു അനുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ അഭിരമിക്കുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടെത്തുന്ന അനുമാനങ്ങൾ അതാണ് സത്യം എന്ന് വെച്ചാൽ, സത്യം അതിനെ പിന്തുടർന്നാൽ വ്യക്തിപരമായ ഓരോ മനുഷ്യന്റെയും വൈയക്തികമായ അഭിപ്രായങ്ങളെയും അഭീഷ്ടങ്ങളെയും പിന്തുടരാൻ പോവുകയാണെങ്കിൽ ഒന്നിനും നിലയില്ല, എല്ലാം തകർന്നടിയും. അന്യത്ര കുഴപ്പമായിരിക്കും. ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവയും എല്ലാം സർവത്ര കുഴപ്പത്തിലും സർവനാശത്തിലും അകപ്പെടാൻ വേറെന്തെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന്റെ സ്കോപ്പിൽപ്പെട്ടതല്ലാത്തതിനാൽ അള്ളാഹു അത് അവരെ ഏൽപ്പിച്ചില്ല.
ബൽ അതൈനാഹും ബിദിക്രിഹിം. അവർക്ക് ഇന്നതാണ് സത്യം, ഇന്നതാണ് അസത്യം, ഹക്കും ബാത്തിലും, ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ എന്നുള്ളത് അള്ളാഹ് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നിരന്തരം പ്രവാചകന്മാർ മുഖേന കാലാകാലങ്ങളിൽ ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തുകൊണ്ട് മതിയായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹ് അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതവർ പിന്തുടരുകയേ വേണ്ടൂ. അവരുടെ പ്രകൃതിക്കും ബുദ്ധിക്കും കളങ്കമൊന്നും ഏശിയിട്ടില്ലെങ്കിൽ, അത് മലീമസമായിട്ടില്ല എങ്കിൽ ഇത് കാണുന്ന മാത്രയിൽ തന്നെ സത്യമാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റും. അതുമായിട്ട് അവര് എളുപ്പത്തിൽ അടുപ്പത്തിലാവുകയും ചെയ്യും. ഇങ്ങനെ കാര്യം നിങ്ങൾക്ക് ശുദ്ധമായൊരു പ്രകൃതി തന്നു, നല്ലൊരു ബുദ്ധി തന്നു, എന്നിട്ട് സത്യവും അസത്യവും ഏതാണ് എന്നുള്ളത് അവൻ തന്നെ വകതിരിച്ച് വേർതിരിച്ച് വ്യവച്ഛേദിച്ച് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ എന്തേ വേണ്ടു? നിങ്ങൾക്കൊരു സന്മനസ്സേ വേണ്ടു, ഞാൻ അത് മുറുകെ പിടിക്കുമെന്ന്. ആ ഉദ്ദേശ്യം, ആ ഇച്ഛ, ആ മശീഅത്ത്, അതാണ് പ്രസക്തം. അത് നിങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ബാക്കി അള്ളാഹു നല്ല വഴിയിലേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ടുപോകും. അല്ല, അപ്പോൾ പിശാചിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ തെറ്റായ നിലയിൽ പ്രയോഗിക്കുകയും എന്നിട്ട് യുക്തിചിന്തനത്തിലേക്ക് റഈയിലേക്ക് എത്തിപ്പെടുകയും നിങ്ങളുടേതായ അനുമാനങ്ങൾ, അഭിപ്രായങ്ങൾ, അഭീഷ്ടങ്ങൾ നിങ്ങൾ മെനഞ്ഞെടുക്കുകയും അതിലഭിരമിക്കുകയും അതിലഹങ്കരിക്കുകയും ചെയ്തു. പിശാചിനെ പോലെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവനെ മണ്ണിൽ നിന്നല്ലേ ഉണ്ടാക്കിയത്, എന്നെ തീയിൽ നിന്നല്ലേ ഉണ്ടാക്കിയത്. ആ അസ്ജുദു ലിമൻ ഖലഖത തീന, അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ, തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ സുജൂദ് ചെയ്യാനും. അപ്പൊ അവസ്തക്ബർ, അവൻ അഹങ്കരിച്ചു, അവൻ വിസമ്മതിച്ചു. ഇങ്ങനെ മനുഷ്യൻ പോയി കഴിഞ്ഞാൽ, ഈ നല്ല ഉദ്ദേശമല്ലാതെ നല്ല ബുദ്ധിയില്ലാതെ അവന്റെ ബുദ്ധിയെ തെറ്റായി പ്രയോഗിച്ചാൽ വേണ്ടവരെ ചെയ്തു നോക്ക്, വേണ്ടവരെ അവിശ്വസിച്ചു നോക്ക്, അതിന്റെ ഫലം നിങ്ങൾ കാണും. വമൻ ശാഅ ഫൽയുഅ്മിൻ. ഇത്രയും നിങ്ങളെ നന്മതിന്മ നിർണയിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന കാര്യം നിങ്ങളെ ഏൽപ്പിച്ചില്ല, അത് പോലും അള്ളാഹു ഏറ്റെടുത്തു. അങ്ങനെ നന്മതിന്മകൾ അവൻ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഇറക്കിത്തന്നു. അത് പിന്തുടരാൻ, അത് മനസ്സിലാക്കാനും അത് പിന്തുടരാനുമുള്ള സൽബുദ്ധിയും നല്ല പ്രകൃതവും അള്ളാഹു നൽകി. എന്നിട്ട് ഒരു നല്ല ഉദ്ദേശമില്ലാതെ, ഒരു നല്ല ഇച്ഛ പുലർത്താതെ നിങ്ങൾ തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ, അവിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഭീഷണിയാണ്. പോയിക്കോ, കാണാം. അത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും ആവാം. അത് ഭീഷണിയാണ് എന്നതിനുള്ളത് എന്താണ്? അതിന് തെളിവ് ഈ അള്ളാന്റെ വചനത്തിൽ നിന്ന് അതിനുള്ള തെളിവ്, അതിനൊരു കരീനത്ത് വേണമല്ലോ. വെറുതെ അത് അലങ്കാരശാസ്ത്രമാണ് എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ മതിയോ? പോരാ, അതിന് കരീനത്ത് വേണം, ഉപോത്ബലകമായ സാഹചര്യ തെളിവ് വേണം. അതിന് ഉപോത്ബലകമായ സാഹചര്യ തെളിവാണ് ഇന്ന അഅ്തദ്നാ നാറ. ആ വചനമാണ്, ആ ഭാഗമാണ് ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്ന് പറഞ്ഞത്. ഇതിനല്ല, അനുവാദം നൽകലല്ല, തുറന്ന അനുവാദം നൽകലല്ല, മറിച്ച് നന്മയും തിന്മയും നിശ്ചയിക്കാനും നിർണയിക്കാനും വേർതിരിക്കാനും നിങ്ങളെ ചുമതലപ്പെടുത്താതെ അള്ളാഹു തന്നെ അത് ഏറ്റെടുക്കുകയും സമയാസമയങ്ങളിൽ കൃത്യമായി നിങ്ങൾക്ക് എത്തിച്ചു തരികയും ചെയ്തു തന്നിട്ട് അതിൽ നന്മ തിരിച്ചറിയാനും തിന്മ തിരിച്ചറിയാനും പറ്റിയ നല്ല ബുദ്ധിയും നല്ല പ്രകൃതവും നൽകിയിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇച്ഛിക്കുവാൻ, ഉദ്ദേശിക്കുവാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് വിട്ടു തന്നിട്ട് നിങ്ങൾ തിന്മ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കുഫറിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന അഅ്തദ്നാ ലിസ്സാലിമീന നാറ, നിശ്ചയമായും വാലിമീങ്ങൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു, അക്രമകാരികൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു നാറൻ, നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ലാലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ളുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കുഫർ വൽ ഫുസൂഖ് വൽ ഇസ്യാൻ. അവർ ചെയ്യുന്നത് ഒന്ന് അവിശ്വാസത്തിന്റേതായ ളുൽമാണ്, ശിർക്കും കുഫറും. ഫുസൂഖ് അധർമ്മത്തിന്റേതായ ളുൽമാണ്. വൽ ഇസ്യാൻ ധിക്കാരത്തിന്റെ അനുസരണക്കേടിന്റെ ളുൽമാണ്. ഇങ്ങനെ അവിശ്വാസത്തിന്റെയും
അധർമ്മത്തിന്റെയും ധിക്കാരത്തിന്റെയും അതിക്രമ വഴികൾ സ്വീകരിച്ചിട്ടുള്ള അത് പിന്തുടർന്നിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ ഭീഷണി ശരിക്ക് കണ്ടില്ല. ഇപ്പോ ആദ്യ ഭാഗവും അതിന്റെ അവസാന ഭാഗവും, അതിന്റെ ലേറ്റർ പോർഷനിലേക്ക് വരുമ്പോൾ അതിന്റെ ഫോർമർ പാർട്ട്, ലേറ്റർ പാർട്ട്, ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗവും തമ്മിൽ പൊരുത്തപ്പെടണം. ആദ്യം തുറന്ന സമ്മതാണ്, അതും ചെയ്തു ഇതും ചെയ്തു. എന്നിട്ട് പിന്നെ ഇത് പറയുമ്പോ വാചകം തമ്മിൽ യോജിപ്പുണ്ടാവില്ല, പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല. അത് അറബി ഭാഷയിൽ അങ്ങനെ ആശയപരമായി പൊരുത്തമില്ലാതെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പറയാ എന്നുള്ളത് മനുഷ്യന്മാരുടെ വൈകല്യമുള്ള ഭാഷയിൽ വരാം. അള്ളാഹുവിന്റെ സമ്പൂർണമായ കലാമിൽ അത് സംഭവിക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്നത്. വഈദ് മിനല്ലാഹ് വതഹ്ദീദുൻ ശദീദ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ ഭീഷണിയാണ്. ഇത്രയൊക്കെ ചെയ്ത് തന്നിട്ട് നിങ്ങൾ നല്ല മശീഅത്ത്, നല്ല ഇച്ഛ പുലർത്തുന്നില്ല എങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അവിശ്വാസമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, അവിശ്വാസത്തിന്റെയും അധർമ്മത്തിന്റെയും ധിക്കാരത്തിന്റെയും വഴി പിന്തുടരുന്നുവെങ്കിൽ അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് നാറൻ, നരകമാണ്. അഹാത്വ ബിഹിം സുറാദിഖുഹ, ആ നരകത്തെ അള്ളാഹു ഒന്ന് വർണ്ണിക്കുന്നു. അത് വർണ്ണിച്ച് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്ന് പറയാൻ വയ്യ. അതിന്റെ രൂപം അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു അങ്ങനെയുള്ള ഒരു വർണ്ണനയാണത്. അവരെ വലയം ചെയ്തിട്ടുണ്ട്. സുറാദിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചുമരുകളാണ്. തീയിന്റെ ജ്വാല കൊണ്ടുള്ള ചുമരുകൾ. ജ്വാല കണ്ടിട്ടില്ലേ? ഒരു തീയിനകത്ത്, അഗ്നിക്കകത്ത് ഒരുത്തൻ ഉൾപ്പെടുകയാണെങ്കിൽ ആ അഗ്നിയുടെ നാമ്പുകൾ, തീയിന്റെ നാമ്പുകൾ ഇങ്ങനെ വളർന്നു വന്നിട്ട് അതിന് വലുതായിട്ട് അവനെ ആവരണം ചെയ്യും. അതൊരു വാൾ പോലെ, അതൊരു മതിൽ പോലെ അവന് ചുറ്റും ആവരണമായി നിൽക്കുന്നു. അങ്ങനെ അവനെ ആവരണം ചെയ്തു നിൽക്കുന്ന അതിന്റെ ജ്വാലയുടെ ആ മതിലുകൾ, അഹാത്വബിഹിം, അവനെ വലയം ചെയ്തിരിക്കുന്നു. സുറാദിഖുഹ, ആ അഗ്നിയുടെ മതിലുകൾ, അതിന്റെ അതിരുകൾ, അതിന്റെ മതിലുകൾ അവന് വലയം ചെയ്തിരിക്കുന്നു. ജ്വാല അവനെ വിഴുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കുന്ന പല സംഭവങ്ങളും പ്രേമനൈരാശ്യത്തിന് നാട്ടിൽ ഉദ്ധരിക്കപ്പെടുന്നതും കാണുന്നതും ചിത്രമൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ ചെറിയ ഭാഗത്ത് ലേശം കത്തി, എന്നിട്ട് 80% അല്ലെങ്കിൽ 90% വേണ്ട എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് നമ്മൾ കാണും. ഇതല്ല, അവനെ പൂർണമായും ആ ജ്വാല വിഴുങ്ങിയിരിക്കുകയാണ്. അഗ്നിയുടെ ജ്വാല അവനെ വിഴുങ്ങിയിരിക്കുകയാണ്. ആ ജ്വാലയുടെ ഒരു മതിൽ അവന് ചുറ്റും വലയം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അഹാത്വ ബിഹിം, അവരെ വലയം ചെയ്തിരിക്കും. അഹാത്വ എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു. സുറാദിഖ്, അതിന്റെ മതിലുകൾ, ആ അഗ്നിയുടെ അഥവാ തീജ്വാല കൊണ്ടുള്ള മതിലുകൾ അവരെ വലയം ചെയ്തിരിക്കും. അങ്ങനെ ആ വലയം ചെയ്തിരിക്കുന്ന തീജ്വാലയുടെ മതിലിനുള്ളിലാണ് പിന്നെ അവൻ കഴിച്ചു കൂട്ടുന്നത്. അതിലവനങ്ങ് കഴിച്ചു കൂട്ടുമ്പോൾ അത് കുറച്ചുകാലം കഴിഞ്ഞാല് ആ ഒരു അവസ്ഥയോട് കണ്ടീഷൻ ചെയ്യപ്പെടാം എന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? ഇല്ല. തുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്ത് അതിനോട് പൊരുത്തപ്പെടാൻ അവന് പറ്റില്ല. അതിൽ മരിച്ചു പോകുന്നില്ല. വലാ യഹ്യ, അവൻ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയാനും പറ്റില്ല. നാം തീരൂല. എന്നാൽ പൊരുത്തപ്പെടാൻ പറ്റുമോ? പൊരുത്തപ്പെടാൻ പറ്റൂല. അവന്റെ ശരീരത്തിലെ അവയവങ്ങളും അവന്റെ തൊലികളും എല്ലാം തന്നെ, ത്വക്ക്, അവന്റെ സ്കിന്നും എല്ലാം അതൊക്കെ അങ്ങോട്ട് കുറെ അങ്ങോട്ട് പഴുത്ത് പാകമായി കഴിയുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ, പുതിയ ഇളം സ്കിന്ന്, വളരെ നേർമയുള്ള പുതിയ സ്കിന്ന് നാം മാറ്റിക്കൊടുത്തോണ്ടിരിക്കും. എന്തിന്? ആ ശിക്ഷയുടെ, ആ വേദനയുടെ തീവ്രത വീണ്ടും വീണ്ടും അനുഭവിക്കുന്നതിന് വേണ്ടി. അവിടൊക്കെ ഒരു വർണ്ണനയുണ്ട്. അതൊന്ന് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ അത് വരികയാണെങ്കിൽ വായിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസമാണ്.
أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل. അങ്ങനെ ആ അഗ്നിജ്വാലയുടെ മതിലുകൾക്കുള്ളിൽ അവരങ്ങ് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ വെച്ചുകൊണ്ട് അവർ യസ്തഗീസു, അവര് സഹായത്തിനു വേണ്ടി നിലവിളിക്കുകയാണ്. ഇസ്തഗാസ എന്ന് പറഞ്ഞാൽ സഹായാർത്ഥന നടത്തി, സഹായം തരണേ എന്ന് വിളിച്ചു ചോദിച്ചു. അങ്ങനെ സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ യുഗാസു ബിമാഇൻ കൽമുഹൽ, അവർക്ക് സഹായം നൽകപ്പെടും. എന്താണ് അവർക്ക് സഹായം നൽകുന്നത്? ഒരിറ്റ് വെള്ളം തരൂ, ഞങ്ങൾ എന്തെങ്കിലും ഒരു കനിവ് തരൂ. കനിവിന്റെ ഒരു ഇരറ്റ് ദാഹജലത്തിന് വേണ്ടി അവർ കരയുമ്പോ യുഗാസു, അവർക്ക് സഹായമായി നൽകപ്പെടും. ബിമാഇൻ, നൽകപ്പെടുന്നത് ഒരു ദ്രാവകമാണ്, ഒരു പാനീയമാണ്. കൽ മുഹുൽ, അത് മുഹുലാണ്. മുഹുൽ എന്ന് പറഞ്ഞാൽ ലഡ് പോലെയുള്ള, ഈയം പോലെയുള്ളത് ഉരുക്കിയിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദ്രാവകമാണ്. ലെഡ് അല്ലെങ്കിൽ സൾഫർ, അതൊക്കെ ഉരുക്കിയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ ദ്രാവക രൂപത്തിൽ. ആ തീവ്രമായ ഊഷ്മാവിൽ അതിനെ ഉരുക്കിയിട്ട് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പാനീയമാണ്, ആ ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ചുറ്റും തീയിന്റെ ജ്വാല, ആ ജ്വാലയുടെ മതിൽ, അതാണ് അവരെ പൊതിഞ്ഞു നിൽക്കുന്നത്. അതിനുള്ളിലാണ് അവർ നിൽക്കുന്നത്. ശരീരത്തിലെ അവരുടെ തൊലിയും മാംസവും ഒക്കെ പഴുത്ത് പാകമാകുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് പുതിയ നേർമയുള്ള തൊലി വീണ്ടും വേദന അനുഭവിപ്പിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹായത്തിനു വേണ്ടി, കനിവിനു വേണ്ടി അവർ വിളിച്ചു കരയുമ്പോൾ, ഒരിറ്റ് കനിവിന്റെ ജലം തരൂ, ദാഹജലം തരൂ എന്ന് പറഞ്ഞ് അവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് മാഇൻ കൽമുഹൽ, ലഡോ അല്ലെങ്കിൽ സൾഫറോ ഒക്കെ ഉരുക്കിയിട്ടില്ല, ഉരുക്കി ഒഴിക്കുന്ന ആ ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. യശുവിൽ വുജൂ, എന്നിട്ട് ആ പാനീയം അവരുടെ മുഖത്തേക്ക് അങ്ങോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തെ തന്നെ അതങ്ങോട്ട് കരിച്ചു കളയും. മുഖത്തെ അതങ്ങോട്ട് ശരിക്ക് പൊരിച്ചു കളയും. ഷവായശ്വി, ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം, ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കുന്ന ആളുകളൊക്കെ ഷവായ 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 എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. ഷവായ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെ കോഴിനെങ്ങനെ ആ ആ കനലിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ അതിങ്ങനെ ശരിക്കും ഇങ്ങോട്ട് വെന്ത് പിന്നെ ഒന്നും കൂടി നിൽക്കുകയാണെങ്കിൽ അതിങ്ങോട്ട് കരിയും. എന്നതുപോലെ ഈ പാനീയം കുടിക്കാൻ വേണ്ടി മുഖത്തിനടുത്തേക്ക് വെക്കുകയാണെങ്കിൽ മുഖം അങ്ങോട്ട് വെന്ത് കരിയും. യശുവിൽ വുജൂ, മുഖത്തെ അത് കരിച്ചു കളയും. അത് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറും അവരുടെ ആമാശയങ്ങളെയും എല്ലാം അത് തകർത്ത് കളയും. അത് അവര് കുടിക്കുകയാണെങ്കിൽ കുടിക്കുമ്പോ അവരുടെ യുസ്ഹറു മാഫി ബിഹി മാഫി ബുത്തൂനിഹിം വൽ ജുലൂദ്, അവരുടെ വയറിലുള്ളതും, വയറിൽ മാത്രമല്ല പിന്നെ അവരുടെ ശരീരത്തിന്റെ ത്വക്കിലും തൊലിയിലുമുള്ളതും എല്ലാത്തിനെയും അത് പിന്നെ അതങ്ങോട്ട് പിന്നെ ഉരുക്കി കളയും. അത്ര ചൂടുള്ള വസ്തുവാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. വലഹും മഖാമിഉ മിൻ ഹദീദ്, പിന്നെ ഇടയ്ക്ക് നല്ല ഹാമറിങ് കിട്ടും. ലോഹം കൊണ്ടുള്ള, ഇരുമ്പ് കൊണ്ടുള്ള ഹാമർ വെച്ചിട്ടുള്ള അടി അതതിന്റെ പുറമെ വേറെ വരും. എല്ലാം കൂടെ ആയിട്ട് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് നൽകപ്പെടുന്ന പാനീയം എത്ര മോശമാണ്. ഇതിനേക്കാൾ മോശമായ ഒരു പാനീയം വേറുണ്ടോ? ലഡ് ഉരുക്കിയതേ, അല്ലെങ്കിൽ സൾഫർ പോലുള്ളത് ഉരുക്കിയത്, അത് അങ്ങനെയുള്ള ലോഹങ്ങൾ ഉരുക്കിയ ആ ദ്രാവകം മുഖത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മുഖത്തെ അതങ്ങോട്ട് വേവിച്ച് കരിച്ചു കളയും. അതവര് അങ്ങോട്ട് കുടിക്കുന്നതോട് കൂടിയിട്ട് അവരുടെ വയറിനകത്തുള്ളതും അവരുടെ തൊലി വരെയും അതിനെ അതങ്ങോട്ട് നശിപ്പിച്ചു കളയും. എല്ലാറ്റിനെയും അതങ്ങോട്ട് ഉരുക്കി ഒലിപ്പിച്ചു കളയും. ഇങ്ങനെ ശരീരം ഈ ചൂടിൽ, ഈ അത്യുഷ്ണത്തിൽ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരുകി ഒലിക്കുക, കരിയല്ല, ഉരുകിയിട്ട് ഒലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ പാനീയം എത്ര മോശം.
വസാഅത്ത് മുർത്തഫഖ, അവരുടെ താമസിക്കുന്ന ഫെസിലിറ്റി, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സൗകര്യം, അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയിട്ട് ആ സംവിധാനം എത്ര ചീത്തയാണ്. ബിഅസ ശറാബ് വസാഅത്ത് മുർത്തഫഖ. അപ്പോ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുറിന് ശേഷം വന്നിട്ടുള്ള മുഫ്രദാത്തുകൾ, ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും അതിനുശേഷം വന്നത് പരിശോധിക്കുന്നതോടുകൂടി ആ കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായി. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്ന് പറഞ്ഞത് തുറന്ന ഒരു അനുവാദമല്ല. വേണ്ടവർക്ക് അങ്ങനെയാകാം, വേണ്ടവർക്ക് ഇങ്ങനെയാകാം. ഇസ്ലാം അത്ര സ്വാതന്ത്ര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സംവിധാനിച്ചതാകയാൽ തെറ്റേണ്ടവന് തെറ്റാനും ശരിയിൽ പോകേണ്ടവന് ശരിയിൽ പോകാനുമുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് സ്വീകരിക്കാമെന്നല്ല, തെറ്റൊരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കടുത്ത ശിക്ഷ കിട്ടും, നോക്കിക്കോ എന്ന ഭീഷണിയാണ്. ആയത്ത് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കുമ്പോ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വഖുൽ, നബിയോട് പറയാണ്, അൽ ഹഖ്ഖു മിർ റബ്ബിക്. ആ മോഡേൺ സയൻസ് അല്ല, നിങ്ങളുടെ ലോജിക് അല്ല, അല്ലെങ്കിൽ പഴയകാല ഗ്രന്ഥങ്ങളല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളല്ല, ഒന്നും അല്ല സത്യം. സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നു കിട്ടിയിട്ടുള്ള, വഹിയിലൂടെ കിട്ടിയിട്ടുള്ള ആ സന്ദേശമാണ് ആത്യന്തികമായ സത്യം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. സത്യാസത്യം ഇങ്ങനെ രണ്ടായി ഇങ്ങോട്ട് വേർതിരിച്ച്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു ഗ്രേ ഇല്ലാതെ കറുപ്പ് കറുപ്പായും വെളുപ്പ് വെളുപ്പായും വേർതിരിച്ച് തന്ന നിലക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ. നിങ്ങൾ അങ്ങനെ അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇന്ന അഅ്തദ്നാ ലിൽളാലിമീന നാറ, അവിശ്വാസത്തിലൂടെയും അധർമ്മത്തിലൂടെയും ധിക്കാരത്തിലൂടെയും അക്രമത്തിന്റെ വഴി പിന്തുടരുന്ന ആളുകൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് നരകാഗ്നിയാണ്. ആ നരകത്തിൽ അവർ കഴിച്ചുകൂട്ടുന്ന അവസ്ഥ വേണമെങ്കിൽ പറയാം, മഹാത്വബിഹിം സുറാതിഖുഹ, ആ അഗ്നിയുടെ ജ്വാല ഒരു മതിൽ കണക്കെ അവരെ ആവരണം ചെയ്തിരിക്കുകയാണ്. വഇയസ്തഗീസു, അപ്പോൾ അവർ വല്ല സഹായത്തിനു വേണ്ടിയും ആർത്ത് വിളിച്ച് കരഞ്ഞാൽ, യുഗാസു, അവർക്ക് സഹായമായി നൽകുന്നത് ബിമാ എന്നൊരു ദ്രാവകമാണ്, കൽ മുഹുൽ, മുഹുല് പോലുള്ളത്. പിന്നെ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. ഞാനതില് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ആ പാനീയം അവർ മുഖത്തേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ യശ്വിൽ വുജൂഹ്, മുഖങ്ങളെ അത് കരിച്ചു കളയും, വേവിച്ചു കളയും. മറ്റായത്തുകളിൽ അത് അവർ കുടിക്കുന്നതോടുകൂടി വയറും വയറിനകത്തുള്ളതും അവസാനം അവരുടെ ശരീരത്തിന്റെ തൊലി വരെയുള്ളതും അത് ഉരുകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന പറഞ്ഞത്. അവർക്ക് നൽകുന്ന പാനീയം എത്ര ചീത്ത, അവർക്ക് നൽകിയിരിക്കുന്ന ആ സംവിധാനങ്ങൾ എത്ര മോശം. എന്നാൽ ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. വിശ്വസിച്ച ആളുകൾ, ഇന്നല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചു, നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഉടമപ്പെടുത്തുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി തന്ന ആ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയാനും അവനിൽ വിശ്വസിക്കാനും അവന്റെ ശാസനകൾ അനുസരിക്കുവാനും അവനോട് നന്ദിയുള്ളവനായിരിക്കുവാനും ഒരാൾ തയ്യാറായാൽ, വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ വിശ്വാസിയാണ് എന്ന നാവിൻ പുറത്തുള്ള ഒരു അവകാശവാദമല്ല. അത് നിങ്ങളുടെ കർമ്മങ്ങളിൽ തെളിയേണ്ടതാണ്. കർമ്മങ്ങൾ വിശ്വാസത്തിന്റെ നിർവചന പരിധിയിൽ തന്നെ പെട്ടിട്ടുള്ള കാര്യമാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇന്നാ ലാ നുദിഉ, നാം ഒരിക്കലും പാഴാക്കുകയില്ല. അജ്റ മൻ അഹ്സന അമല, അജ്ർ പാഴാക്കൂല, പ്രതിഫലം പാഴാക്കൂല. ആരുടെ പ്രതിഫലം? മൻ അഹ്സന അമല. എല്ലായിടത്തും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പരിശോധിച്ചു, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ആ പ്രവർത്തനങ്ങളുടെ ഇഹ്സാനിനെ കുറിച്ച് മാത്രമാണ് ചർച്ച. അതാണ്
പരിശോധനാ വിധേയമാക്കുന്നത്, അതാണ് പരീക്ഷണ വിധേയമാക്കുന്നത്. എത്ര നിങ്ങൾ ചെയ്തു അതല്ല പ്രശ്നം, നിങ്ങൾ ചെയ്തത് എത്രത്തോളം ഗുണമേന്മയോട് കൂടിയാണ്. അതാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ ആണ്. മലയാളത്തിൽ പെർഫെക്ഷൻ എന്നതിനൊരു കൃത്യമായ വാക്കന്നെ കിട്ടില്ല. പരിപൂർണം എന്നൊക്കെ നമ്മൾ പറയും. പരിപൂർണം, പൂർണ്ണത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മുഴുവനാകുക എന്നൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഈ പെർഫെക്ഷന്റെ മഴ കിട്ടൂല. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പെർഫെക്റ്റ് ആകുക എങ്ങനെ എന്നത് ഫുളൈൽ ഇബ്നു ഇയാദ് വിശദീകരിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത് തന്നെയാകണം. അതിൽ വേറൊരാൾക്കും ഒരു പങ്ക് കൊടുക്കരുത്. അള്ളാഹ്ക്ക് മാത്രം ചെയ്തതാകണം. അതിൽ വേറെ മറ്റൊരു ലക്ഷ്യവും അവനെ ലക്ഷ്യം വെച്ചു, അവന്റെ പ്രതിഫലം ലക്ഷ്യം വെച്ചു, അവന്റെ സ്വർഗം മനസ്സിൽ കണ്ടു, ആ സ്വർഗത്തിൽ വെച്ച് അവന്റെ മുഖം, അവന്റെ വജ്ഹ് കാണാനുള്ള ആ ഭാഗ്യം, അതിനു വേണ്ടി അത് മനസ്സിൽ കണ്ടു, എന്നിട്ട് ചെയ്യാം. വേറൊന്നുമില്ല. ഒരു വേറുള്ള ആളുകൾ കാണണം, എന്റെ പേര് വർദ്ധിക്കണം, എനിക്ക് പ്രശസ്തി വേണം, എന്റെ കീർത്തി ഉയരണം, അല്ലെങ്കിൽ എനിക്കിവിടെ ദുനിയാവിൽ സൗകര്യങ്ങൾ വേണം, ഇങ്ങനെയുള്ള യാതൊരു തര ലക്ഷ്യങ്ങളും അതിലില്ല. മറിച്ച് അള്ളാഹ്, അവന്റെ പ്രതിഫലം, അവനെ സ്വർഗത്തിൽ വെച്ച് കാണുക, ഇത് മാത്രമാണ് മനസ്സിലുള്ളത്. അത് അള്ളാഹ്ക്ക് മാത്രമായി നൽകി. അതും നമുക്ക് തോന്നിയതങ്ങ് നൽകിയാൽ പോരാ. അത് അസ്വബുഹു, അഖലസ്വായിന്റെ പുറമെ അസ്വബു ആകണം. അത് ഏത് തരം പ്രവർത്തനാണ് അള്ളാഹ് സ്വീകരിക്കുക, അള്ളാഹ് ഇഷ്ടപ്പെടുക എന്നുള്ളത് അവൻ നബിമാരെ അയച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാ മുഹമ്മദ് നബി അമ്മ പഠിപ്പിച്ചത് 23 കൊല്ലം കൊണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന അതേ രൂപത്തിൽ, അതിലൊന്നും കൂടാതെ ഒന്നും കുറയാതെ, പൂർണ്ണമായി റസൂലുള്ളാന്റെ സുന്നത്ത്, റസൂലുള്ളാന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് അത് അഖലസ്വായി കൊണ്ട് ചെയ്യണം. ആ ഗുണമേന്മ വരുത്തണമെങ്കിൽ അവിടെയാണ് ഇജ്തിഹാദ്. കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. കഠിനാധ്വാനം ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ വാരി വലിച്ചും ചെയ്യാം. അപ്പൊ പെരുന്നാൾ നിസ്കാരമില്ല, പള്ളിയിലില്ല, ഈദ്ഗാഹിലില്ല, പെരിയിലുണ്ടാക്കണം. പെരിയിൽ തന്നെ നമ്മൾ കുടുംബക്കാരെ വിളിക്കണം, അല്ലെങ്കിൽ പോലീസ് പട്ടാളൊന്നും കാണാതെ നമ്മൾ 4 അയൽവാസികളെയും കൂട്ടണം, എന്നിട്ട് നമ്മക്കിട്ട് ഉണ്ടാക്കണം. ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കുറെ അങ്ങോട്ട് വാരി വലിച്ച് ചെയ്ത് തീർക്കുക എന്നതല്ല. അതല്ല കഠിനാധ്വാനം ചെയ്യേണ്ടത്. കഠിനാധ്വാനം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് അഖ്ലസും അസ്വബുമാക്കാൻ, അങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാനാണ്. ഫൈൻ ട്യൂൺ ചെയ്യണം. അഖ്ലസ് അള്ളാഹ്ക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയല്ല. അള്ളാഹ്ക്ക് സമർപ്പിച്ചത് വേറൊരാൾക്കും സമർപ്പിച്ചിട്ടില്ല. അത് മുഴുവനും അള്ളാഹ്ക്ക്. അതിലൊരു അംശം പോലും വേറെ പങ്കാളികളെ നിശ്ചയിക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. അത് അവന് കൊടുക്കുമ്പോൾ വേറൊരു ലക്ഷ്യമില്ല. അവനെ മാത്രം, അവന്റെ പ്രതിഫലം മാത്രം, സ്വർഗം മാത്രം, സ്വർഗത്തിൽ വെച്ച് അവന്റെ മുഖം കാണുക എന്നുള്ള ആ ലക്ഷ്യം മാത്രം. അത് ട്യൂണിങ്ങിന്റെ ഒരു പാർട്ട് പോരാ. അത് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്താൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരുന്നതാണ്. അത് നബി കാണിച്ചു തന്നത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി നബിയുടെ ചര്യയോട് യോജിക്കണം. ഒരിക്കലും അതിൽ ഒരു വ്യത്യാസം പോലും വരുത്താൻ പാടില്ല. ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത്, ഇതൊരു മാനസികമായ പ്രവർത്തനമാണ്. ഇത് നമ്മുടെ മനസ്സിനോട് പോരാടി ജിഹാദ് നടത്തിയിട്ട് വേണം ഈ ഫൈൻ ട്യൂൺ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, മാ ജാഹദ്തു നഫ്സി അലാ ശൈ മുജാഹദതഹ അലൽ ഇഖ്ലാസ്. എന്റെ മനസ്സിനോട് ഞാൻ പൊരുതിയിട്ടില്ല ഒരു കാര്യം ശരിയാക്കാൻ. മുജാഹദതഹ അലൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ശരിയാക്കാൻ വേണ്ടി ഞാൻ പൊരുതിയ പടപൊരുതേണ്ടി വന്ന അത്ര. എത്ര ഇഖ്ലാസ് ശരിയാക്കി വന്നാലും അപ്പോൾ തെറ്റും. അത് തെറ്റാതെ ആ ഫൈൻ ട്യൂണിങ്ങിൽ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അവിടെയാണ് ജിത്തിഹാദ്, അവിടെയാണ് കഠിനമായ പ്രയത്നം, അവിടെയാണ് തീവ്രമായ ശ്രമം. അല്ലാതെ വാരി അടിച്ച് കുറെ നിൽക്കാൻ, കുറെ ചെയ്യാൻ അതിനാർക്കാൻ പറ്റാത്തത്.
അതല്ല, ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു നിലയാണ്, മനോനിലയാണ്. നമ്മൾ റമദാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് ഞാനൊരു ചെറിയൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്ന നിങ്ങൾ ചിലരെങ്കിലും ഓർമ്മയിലുണ്ടാവും. അബൂബക്കർ സിദ്ദീഖിന് അത് പറ്റി. സിദ്ഖുൽ ഇഖ്ലാസ്, സിദ്ഖുൽ ഇഖ്ലാസ്. അതുകൊണ്ടാണ് അദ്ദേഹം അഫ്ളലു ഹാദിഹിൽ ഉമ്മ, അതുകൊണ്ടാണ് അദ്ദേഹം സിദ്ദീഖുൽ അക്ബർ ആയത്. അതിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിനോട് പൊരുതേണ്ടത്. അതാണ് അതാണ് യുദ്ധം, അതിലാണ് വിജയിക്കേണ്ടത്, അതിലാണ് തീവ്രമായ ശ്രമം, അതിലാണ് കഠിനമായ പ്രയത്നം. അല്ലാതെ കുറെ പെരിയിൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ വെച്ച് നിസ്കരിച്ചു, മറ്റവനെയും കൂട്ടി മറിച്ചവനെയും കൂട്ടി, അതും ചെയ്തു ഇതും ചെയ്തു, അങ്ങനെ ചെയ്യുന്നതിനൊരു കഥയില്ല കൂട്ടര്. ഇബ്നു മസ്ഊദ് വളരെ വ്യക്തമായി പറഞ്ഞതില്ലേ, സുന്നത്തിൽ നിലക്കൊള്ളും, എന്നിട്ട് മിതത്വം പാലിക്ക്. സുന്നത്ത് മിതത്വമാണ്. സുന്നത്തിൽ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മിതത്വം ഉണ്ടാകുള്ളൂ. അങ്ങനെ സുന്നത്തിൽ നിന്ന്, സുന്നത്തിന്റെ രീതി, സുന്നത്തിന്റെ ശൈലി, ആ മിതത്വം നിങ്ങൾ പാലിക്കലാണ് ഖൈർ. നിങ്ങൾക്ക് ഗുണം ജനങ്ങളെ അത് കുറച്ചുള്ളൂ. കാരണം അള്ളാഹ് പരീക്ഷിക്കുകയാണ്. അള്ളാഹ് നമ്മളെ പ്രവർത്തനങ്ങൾ വാരി വലിച്ച് ചാക്കിലാക്കി കൊണ്ടുപോവുകയല്ല അള്ളാഹ് ചെയ്യണത്. നമ്മൾ ഒരുപാട് ചെയ്തു, അള്ളാന്റെ ആധിപത്യത്തിലൊന്നും അത് വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്ത അളവ് കുറച്ച് കുറഞ്ഞു, മാനഖ്സുദാലിക ഫീ മുൽക്കി ഷൈഅ, അള്ളാന്റെ ആധിപത്യത്തിൽ അത് ഒരു തരിമ്പ് പോലും കുറവ് വരുത്താൻ പോകുന്നില്ല. മറിച്ച് ഇത് അള്ളാഹ് പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് അഹ്സൻ ഏതാണ്, അസ്വബ് ഏതാണ് എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, സുന്നത്തിന്റെ രീതി മിതത്വമാണ്, ആ മിതത്വം നിങ്ങൾ പാലിക്കലാണ്. വിദേഹത്തിലേക്ക് പോയി വെറുതെ കഠിനാധ്വാനം ചെയ്ത് പാഴായി പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് അതാണ്. പക്ഷെ ഇത് പറഞ്ഞ ആൾക്കാർക്കുണ്ട്, ഇങ്ങോട്ട് കയറുക, എന്നാലും അത് ചെയ്തൂടെ, എന്നാലും ഇത് ചെയ്തൂടെ. അള്ള പറഞ്ഞേ ചെയ്താൽ മതി കൂട്ടരെ. മിതമായതാണ് അള്ള പറഞ്ഞത്. അതിൽ നിങ്ങളെ കഠിനാധ്വാനം ഈ വശത്തിലാണ്. അഥവാ മനസ്സിനെ ഫൈൻ ട്യൂൺ ചെയ്യണം. ഏത്? മുജാഹദത അലൽ ഇഖ്ലാസ്, സിദ്ഖുൽ ഇഖ്ലാസ്. അത് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ കഠിനാധ്വാനം ചെയ്യും. അതിലേക്ക് എന്തുകൊണ്ടോ നമ്മൾ ആളുകൾ എത്തുന്നില്ല? അടിക്കടി ഇത് പറയാറുണ്ട്, വ്യക്തിപരമായ സംഭാഷണത്തിൽ ഇത് തന്നെ ഞാൻ പറയാറുണ്ട്, ക്ലാസ്സുകളിൽ ഇത് ഞാൻ ആവർത്തിക്കാറുണ്ട്. പക്ഷെ എന്നാലും എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ഈ ഇഖ്ലാസിന്റെ, സിദ്ഖുൽ ഇഖ്ലാസിന്റെ അല്ലെങ്കിൽ ഈ ഇഖ്തിസാദും ഫീ സുന്നനെ കുറിച്ച് ഒരാൾക്കും ചോദിക്കാറില്ല. ഓൽക്കൊക്കെ ഇജ്തിഹാദും ഫീ ബിദ്അ, കുറച്ച് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അതും കൂടി ചെയ്തൂടെ, ഇതും കൂടി ചെയ്തൂടെ, അതും കൂടി ചെയ്തൂടെ. ഇത് നിങ്ങൾ ചെയ്തൊക്കെ പാടെ വാരികെട്ടി കൊണ്ടുപോയി അള്ളാഹ് എന്ത് ചെയ്യാനാ? അള്ളാന്റെ ആധിപത്യത്തിൽ എന്തോ കൂടുമെന്ന് വിചാരിക്കണ്ടോ നിങ്ങളില്ല. നമ്മുടെ കഠിനാധ്വാനം നമ്മുടെ നഫ്സിനോടുള്ള പോരാട്ടമാണ്. മനസ്സിനെ ഫൈൻ ട്യൂൺ ചെയ്യാനാണ്. ഫൈൻ ട്യൂൺ ചെയ്യുന്നത് ഈ രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ഇഖ്ലാസിലും മറ്റൊന്ന് മുതാബഅത്തിലും. അഖ്ലസുഹു വസ്വബുഹു, അതെത്ര ശരിയാക്കിയാലും ശരിയാവില്ല. അത് ഈ മടക്കെണ്ണ ചവിട്ടിയ മാതിരിയാ പലപ്പോഴും. നമ്മൾ ശരിയാക്കി വരുമ്പോഴത്തിന് ഇപ്പുറത്തിന് വരും. അപ്പൊ നമ്മൾ അവസാനം റിയാ ഒഴിവാക്കി വരുമ്പോ ഞാനൊരു സിദ്ഖുള്ള ആളാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും ഖഫിയായ രൂപം, എന്നെപ്പറ്റി ആളുകൾ ഞാനൊരു സിദ്ഖുള്ള ആളാണ്, റിയാ ഇല്ലാത്ത ആളാണ് എന്ന് കരുതട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മളെ വാക്കും പ്രവൃത്തിയും വരാൻ തുടങ്ങും. ഏത് വഴി കൂടി പിശാച് വരിക മനുഷ്യനെ പിടിക്കാതെ കഴിയൂല. അതുകൊണ്ട് അത് ഇങ്ങനെ നോക്കി ശരിപ്പെടുത്തി രണ്ട് തലയെ ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കണം. അവിടെയാണ് കഠിനാധ്വാനം, അവിടെയാണ് ഇജ്തിഹാദ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഇഹ്സാൻ ചെയ്ത അമല്, ഇഹ്സാൻ ചെയ്തിട്ടുള്ള ആളുകൾ, ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, കർമ്മം ഇഹ്സാനോട് കൂടി ചെയ്ത ആളുകളുടെ പ്രവർത്തനം, പ്രതിഫലം ഒരിക്കലും നാം പാഴാക്കൂല. എന്നാൽ ഇഹ്സാൻ ഇല്ലാതെ കുറെ വാരിക്കെട്ടി കൊണ്ടുവന്ന ആൾക്കാര് വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ചിലരെ മുഖം അവിടെ പരലോകത്ത് കാണാം, ഭയവിഹ്വലരാണ്. അവര് ഒരുപാട്
ഈ ഒരുപാട് ഈ ജാതി ഇജ്തിഹാദുൻ ഫീ ബിദ്അ ബിദ്അത്തിൽ പണിയെടുത്തിട്ട് അധ്വാനിച്ച് ക്ഷീണിച്ചവരാണ്. അതൊന്നും അവിടെ അള്ളാന്റെ അടുക്കൽ കനം തൂങ്ങൂല, വിലപ്പോകൂല. തസ്ലാ നാറൻ ഹാമിയ, അവര് തീയിൽ കരിക്കപ്പെടുകയാണ് ചെയ്യുക. ആ തീയാണെങ്കിൽ വളരെ ചൂടുള്ള ആ തീയിലാണ് അവർ കരിക്കപ്പെടുക. അതിന് ആദ്യം പോകണ്ട. എങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞു, ഉലായിക ലഹും ജന്നാത്തുൻ തജ്രി. ഒറ്റ വായന വായിക്കാനുള്ള സമയം അവിടെ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇസ്മു മാത്രം പറഞ്ഞു തരാൻ പറ്റും. മുസമ്മ നമുക്കത് അറിയില്ല. പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹു പേരുകൾ, ഭാഷയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, പേരുകൾ, നമുക്ക് പരിചയമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരുകളും വാക്കുകളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുസമ്മ, അതിന്റെ പൊരുൾ, അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. കാരണം നമ്മൾ ഭൂലോകത്താണ് ജീവിക്കുന്നത്. ഭൂലോകത്തുള്ള വസ്തുവിനെ കുറിച്ചല്ല, പരലോകത്ത് സ്വർഗത്തിലുള്ള കാര്യത്തെ കുറിച്ചാണ്. ഭൂലോകത്തുള്ള വസ്തുക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് മത്താഉൽ ഖുറൂർ, യാഥാർത്ഥ്യമില്ലാത്ത വഞ്ചനാത്മകമായിട്ടുള്ള ചരക്കുകളാണ്. പരലോകത്തത് അങ്ങനെയല്ല. ദുനിയാവത്തത് യാഥാർത്ഥ്യമില്ലാത്തതും വഞ്ചനാത്മകവും നശ്വരവും നശിച്ചു പോകുന്നതുമാണെങ്കിൽ, പരലോകത്ത് യാഥാർത്ഥ്യമുള്ളതും ഒരിക്കലും നശിച്ചു പോകാത്തതും യാഥാർത്ഥ്യമുള്ളതും നശിച്ചു പോകാത്തതുമായ ഒരു പ്രത്യേക സാധനമാണ്. അതുകൊണ്ട് അതിന്റെ പൊരുള് തീർച്ചും വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് പറഞ്ഞു തരാൻ ഈ വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വാക്കിലൂടെ അങ്ങ് കടന്നു പോകാം, വാക്കിലൂടെ മാത്രം. ഉലായിക ലഹും, അവർക്കുണ്ടായിരിക്കും, വിശ്വസിക്കുകയും നല്ല പൂർണ്ണത വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ, പെർഫെക്റ്റ് ആയ രൂപത്തിൽ അമൽ നടത്തുകയും ചെയ്ത ആളുകൾ, അവർക്കുണ്ടായിരിക്കും ജന്നാത്തുൻ, ഉദ്യാനങ്ങൾ ഉണ്ടായിരിക്കും. ഉല്ലസിക്കാനുള്ള ഉദ്യാനങ്ങൾ ഉണ്ടായിരിക്കും, തോട്ടങ്ങൾ ഉണ്ടായിരിക്കും, ആരാമങ്ങൾ ഉണ്ടായിരിക്കും. അതിന് സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളാണത്. കേറിയാൽ പിന്നെ ഇറങ്ങേണ്ടി വരില്ല. അത് അനശ്വരമാണ്, ശാശ്വതമാണ്. അനശ്വരമായ, ശാശ്വതമായ, സ്ഥിരമായി താമസിക്കുവാനുള്ള, അതെന്ന് പറഞ്ഞാൽ അനശ്വരമായി താമസിക്കണേനാണ് പറയാ. അനശ്വരമായി താമസിക്കാനുള്ള, ശാശ്വതമായി വസിക്കാനുള്ള ഉദ്യാനങ്ങൾ ഉണ്ടായിരിക്കും. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തൂടെ എത്ര മനോഹരമായിട്ടാണ് അരുവികൾ, നദികൾ, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ജീവജലം, വെള്ളത്തിന്റെ ആ പ്രവാഹം, അതിമനോഹരമായ ആ അരുവികൾ ഇങ്ങനെ താഴ്ഭാഗത്തൊഴുകുന്നു. അവർക്ക് സ്ഥിരമായി, നിത്യമായി, ശാശ്വതമായി, അനശ്വരമായി താമസിക്കുവാനുള്ള ഉദ്യാനങ്ങൾ, തോട്ടങ്ങൾ, ആരാമങ്ങൾ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. യുഹല്ലൗന ഫീഹ, അതൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ പറയുമ്പോ ഇവിടെയുള്ള വസ്തുക്കള് അതാണ് നമ്മളെ മനസ്സിൽ വരിക. ഇവിടെയുള്ളത് അവിടെ വേറെ തന്നെയാണ്. അവിടെ പഴങ്ങൾ കൊണ്ടുവരും. അപ്പൊ നമുക്ക് പരിചയമുള്ളതാണല്ലോ എന്ന് വെക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ദുന്യാവിൽ നമ്മൾ കഴിച്ച പഴയ ആയിരിക്കൂല. അതിന്റെ മാതിരി, അതിന്റെ രൂപത്തിൽ തോന്നാണ്. ഇവിടുത്തതൊന്ന് വേറെയും അവിടുത്തതിന്റെ യാഥാർത്ഥ്യം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് പേരിൽ മാത്രം യോജിക്കുന്നു, പൊരുൾ തീർത്തും വ്യത്യസ്തമാണ്. ഇവിടുത്തേതിന് യാഥാർത്ഥ്യമില്ല, അത് വഞ്ചനാത്മകമാണ്, അത് നശ്വരമാണ്, അത് നശിച്ചു പോകുന്നതാണ്. അവിടുത്തെ അത് യാഥാർത്ഥ്യമുള്ളതാണ്, അത് നിത്യമായി നിലനിൽക്കുന്നതാണ്, അത് നശിച്ചു പോകാത്തതാണ്. അത് തീർത്തും വേറൊരു സംഭവമാണ്. അത് നമുക്ക് പിന്നെ അനുഭവിക്കാനേ നിവൃത്തിയുള്ളൂ. നമ്മളത് കണ്ടിട്ടില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതാണ്, ഒരു ഹൃദയത്തിലും ഒരു ഭാവനയിലും വന്നിട്ടില്ലാത്ത വേറൊരു ലോകം, വേറെ കാര്യങ്ങളാണ്. അവർക്ക് അവിടെ അണിയിക്കപ്പെടും. മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ അണിയിക്കും, സ്വർണത്തിന്റെ വളകൾ അണിയിക്കും. ഒക്കെ നമുക്ക് ഇവിടെ പരിചയമുള്ള കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു തരുന്നു. ഹഖീഖത്ത് വേറെയാണെന്ന് മാത്രം കരുതിക്കോളൂ. വയൽബസൂന തിയാബൻ ഹുളറൻ, അവർ പച്ച വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യും. അത് മിൻ സുന്ദുസിൻ വസ്തബറഖ്, അത് സുന്ദുസൻ, കുറച്ച് കട്ടിയുള്ള പട്ട്, പച്ച കട്ടിയുള്ള പച്ചപ്പട്ടിന്റെ വസ്ത്രം ധരിക്കും. അങ്ങനെ കട്ടിയുള്ളത് മാത്രമല്ല, വസ്തബറഖ്, നേർത്ത മിനുസമായ പട്ട്. നേർത്ത പട്ടുണ്ട്, കട്ടിയുള്ള പട്ടുണ്ട്, പച്ചപ്പട്ടുണ്ട്. അങ്ങനെയുള്ള ആ പച്ച നിറത്തിലുള്ള നേർത്തതും കട്ടിയുള്ളതുമായ, നേർത്തതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും കട്ടിയുള്ളതുമായ പട്ടുവസ്ത്രങ്ങൾ അവരവിടെ ധരിക്കും. മുത്തക്കിഈന ഫീഹ അലൽ അറായിക്, അവിടെ അവർക്ക് ചാരിക്കിടക്കാൻ അരീക്കത്തുകളുണ്ട്. അരീക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരുകസേര അല്ലെങ്കിൽ കട്ടിലുകളുണ്ട് പ്രത്യേക രൂപത്തിൽ. ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും
എർഗണോമിക്, മറ്റത് മറിച്ച്. ഇവിടെ നമ്മൾ കുറച്ച് സംഗതി പറയും, ഒന്നുമല്ല പരലോകത്തതായിട്ട് വെച്ച് നോക്കുമ്പോ. ഞാൻ പറഞ്ഞത് അതും ഇതും തമ്മിൽ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്ക് ഏത് ആംഗിളിൽ എങ്ങോട്ട് ചെയ്യണം, അങ്ങോട്ട് ചെയ്യണോ അന്ന് ചാരിക്കിടക്കണോ അന്ന് കിടക്കണോ അതിനൊക്കെ പറ്റിയ രൂപത്തിൽ അതിനെ നല്ല മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുമ്പോഴാണ് അത് അരീക്കത്താകുക. വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടില്ല എങ്കിൽ അത് വെറും സുറൂർ മാത്രമായിരിക്കും. മറിച്ച് അതിന് പ്രത്യേകം മൂടി പിടിപ്പിക്കുമ്പോൾ അത് അരീക്കത്താകും. അങ്ങനെയുള്ള അറായിക്കുകൾ, ചാരുകസേരകളിൽ, കട്ടിലുകളിൽ അവരിങ്ങനെ ചാരിക്കടന്ന് വിശ്രമിക്കുകയാണ്. പൂർണമായ റാഹത്ത്. അങ്ങനെ ഒരു റിലാക്സ് വേറില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഹദമുകൾ, പരിവാരങ്ങൾ, അതിന് സേവകര് അവര് വേറെയുണ്ട്. എന്നിട്ട് അതിനുശേഷം അങ്ങനെ അതിലങ്ങനെ വിശ്രമിച്ച് അവിടെ സുഖിച്ച് കിടക്കുക. ആ സുഖം അത് പറയാൻ കഴിയില്ല. അതാണ് അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അത് ഇതിനെക്കുറിച്ചാണ്, സ്വർഗത്തെ കുറിച്ചാണ് പറയാം. കാരണം അത് നമുക്ക് പറയാൻ കഴിയില്ല, പറഞ്ഞാൽ നമ്മളെ വാക്കിനെ തോന്നാത്ത കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു നിഅമത്ത് സവാബ്, അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്ര നല്ലത്. വഹസുനത്ത് മുർത്തഫഖ, അവർക്ക് സംവിധാനിച്ചിരിക്കുന്ന ആ സൗകര്യങ്ങൾ എത്ര ഉദാത്തമാണ്. രണ്ടും ഇതിന്റെ മുമ്പ് അവിശ്വാസികൾക്ക് അള്ളാഹ് കൊടുത്തതും വിശ്വാസികൾക്ക് കൊടുത്തതും മുഖാമുഖം വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഏതാ വേണ്ടത്. അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വരും, ഇത് സ്വീകരിച്ചാൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വരും. നല്ല സൂക്ഷിച്ച് നിങ്ങളുടെ ഇച്ഛാശക്തിയെ, നിങ്ങളുടെ ഭരണാധികാരത്തെ, നിങ്ങളുടെ ഉദ്ദേശത്തെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഗൗരവപൂർവ്വം ഉത്തരവാദിത്തത്തോടു കൂടി ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്നിടത്ത് പാളിച്ച പറ്റിയാൽ നല്ല വഴിയിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് പോകും, അല്ലെങ്കിൽ നേർവഴിയിൽ തന്നെ തുടരാൻ പറ്റും. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.